കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചാനലുകളിൽ നടന്ന ചർച്ച കേൾക്കാനിടയായി. മാറാട് മറക്കണം എന്നുള്ളതാണ് എല്ലാ പക്ഷത്തു നിന്നും ഉള്ള, എല്ലാ പക്ഷമെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷവും വലതുപക്ഷവും അവരുടെ കൂട്ടത്തിലുള്ള പിണിയാളുകളും ഒക്കെ ആവശ്യപ്പെടുന്നത് മാറാട് മറക്കണം എന്നുള്ളതാണ്. കേരളത്തിൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അതങ്ങനെ ഒരു കലാപം ഉണ്ടായിപ്പോയി, അത് എല്ലാവരും മറക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, ഇങ്ങനെ സമാധാനമാണ്, വർഗീയത വളരരുത്, എല്ലാവരും സ്നേഹത്തോടും സഹവർത്തിത്വത്തോടും കൂടിയൊക്കെ കഴിയണം, അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും ഓർക്കരുത് എന്ന് പറയുന്നവർ 1921 മറക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവര് മാറാട് മറക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ മറ്റു പലതും കൂടി മറക്കണം എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. 84-ലെ സിഖ് കൂട്ടക്കൊല മറക്കണം എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. ഗോത്ര കലാപം മറക്കണം എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും മറക്കരുത്, നീ മറന്നാൽ തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്നവരെ കൂടെ ഓർമ്മിപ്പിച്ച് നിർത്തി അതിൻ്റെ മേലെ വർഗീയതയും ശത്രുതയും ഭീകരവാദവും വളർത്താൻ ഗുജറാത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഗുജറാത്ത് അവർ എല്ലാ നിമിഷവും, ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമല്ല, എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും ഓരോ നിമിഷവും അവർ ഗുജറാത്ത് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പം അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർക്കേണ്ടതുണ്ട്. നുണ പറഞ്ഞുകൊണ്ടാണെങ്കിലും അവർ ഗർഭിണിയുടെ വയറ് പിളർന്ന കഥ അവർ നുണയായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഗുജറാത്തിൽ ഉണ്ടായിരുന്നില്ല. അത് മാപ്പിളക്കലാപത്തിൽ മലപ്പുറം ജില്ലയിൽ 1921 വള്ളിക്കുന്ന് അംശത്തിൽ നടന്ന ഒരു കൂട്ടക്കൊലയുടെ കൂട്ടത്തിലാണ് ഗർഭിണിയുടെ വയറ് മാപ്പിളക്കലാപകാരികൾ വെട്ടിപ്പിളർന്നതും ശിശുവിനെ പുറത്തെടുത്തതും ഒക്കെ. പക്ഷെ അത് മാറ്റി അവർ ഈ പറയുന്ന ഗർഭിണിയുടെ വയർ പിളർന്നു എന്ന നുണ പോലും പറഞ്ഞ് അവർ വർഗീയത വളർത്താനും ശത്രുത നിലനിർത്താനും വെറുപ്പ് നിലനിർത്താനും അവരാഗ്രഹിക്കുന്നു. 1-2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിലനിന്നിരുന്ന ജാതീയമായ ഏറ്റവും അധപ്പതിച്ച അവസ്ഥ അവരെപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു കെട്ടകാലത്തേതായിരുന്നുവെന്നും അതല്ല യഥാർത്ഥ സംസ്കാരമെന്നും ഒക്കെ നമ്മുടെ നവോത്ഥാന നായകന്മാരും സാമൂഹിക പ്രവർത്തകരും ഒക്കെ പറയുന്നുണ്ടെങ്കിലും, നമ്മുടെ വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അവരതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എപ്പോഴും ജാതി ഓർക്കണം എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മനുസ്മൃതി തൊട്ടതിനും തൊടാത്തതിനും ഒക്കെ അവർ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അതിനകത്ത് എന്താണെന്ന് പോലും അറിയാതെ കണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അവർ മറക്കണം എന്ന് നമ്മളോട് പറയുമ്പോൾ ഇല്ലാത്ത കാര്യം അടക്കം അവർ നമ്മളെ ഓർമ്മിപ്പിച്ച് നമ്മുടെ സമൂഹത്തിൽ ശത്രുതയും വെറുപ്പും വൈരാഗ്യവും ഭീകരവാദവും വളർത്താൻ വേണ്ടി നിരന്തരം ഓരോ നിമിഷവും അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒക്കെ അവർ അങ്ങനത്തെ പ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് പറയാനുള്ളത് എല്ലാം നമ്മൾ ഓർത്തിരിക്കാം. മാറാട് മറക്കണം എന്ന് പറയുന്നവർ അത് മറക്കുന്നത് കേരളത്തിൽ ഭീകരവാദം വളരാതിരിക്കാൻ വേണ്ടിയാണോ? ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ഭാരതത്തിന്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഭീകരവാദികൾ പരിശീലനത്തിന് കേരളത്തിൽ വരുന്നത്? എന്തുകൊണ്ടാണ് ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭീകരവാദികൾ കേരളത്തിൽ ഒളിത്താവളങ്ങൾ ഉണ്ടാക്കി അവരെ സംരക്ഷിക്കുന്നത് ആരാണ്? ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും പോലും ഭീകരവാദികളും വർഗീയവാദികളും കേരളത്തിൽ അഴിഞ്ഞാടുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഈ മാറാട് മറക്കണം എന്ന് പറയുമ്പോൾ അതൊരു സമാധാനത്തിലേക്കുള്ള കാൽവെപ്പാണ് എന്ന നിലയ്ക്കാണെങ്കിൽ അവർ ഈ ഭീകരവാദികളെ സംരക്ഷിക്കുന്നത് അവസാനിപ്പിക്കണ്ടേ? ഈ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നത് അവസാനിപ്പിക്കണ്ടേ? ഇവിടെ സമാധാനം പുലരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം കൊള്ളരുതായ്മകളും ദേശദ്രോഹ പ്രവർത്തനങ്ങളും അക്രമങ്ങളും ഭീകരവാദികളെ പാലൂട്ടി തേനൂട്ടി വളർത്തുന്ന രാഷ്ട്രീയവും ഒക്കെ അവസാനിപ്പിക്കണം. ഈ കേരളത്തിൽ എത്രയോ ഭീകരവാദ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. എന്ത് നടപടികളാണ് കോൺഗ്രസ് ഗവൺമെന്റും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും ഇതിനോടകം എടുത്തിരിക്കുന്നത്? എല്ലാം മറന്ന് നമ്മൾ സഹവർത്തിത്വത്തോടുകൂടി ഇനിയൊരിക്കലും ഒരു ഭീകരവാദ പ്രവർത്തനം കേരളത്തിൽ ഉണ്ടാകാതിരിക്കണം എന്ന ആഗ്രഹത്തിലാണെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് ഭീകരവാദികളെ സംരക്ഷിക്കുന്ന പ്രവർത്തനം അവരവസാനിപ്പിക്കണം. ഭീകരവാദികൾ പറയുന്ന നുണ പ്രചരിപ്പിക്കുന്ന, അത് ഏറ്റെടുത്തുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെയും കോൺഗ്രസിന്റെയും വൃത്തികെട്ട രാഷ്ട്രീയം അവസാനിപ്പിക്കണം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിലനിന്നിരുന്ന അയിത്തവും കൊള്ളരുതായ്മയും പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഇന്നും വെറുപ്പ് സൃഷ്ടിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ളത്, നിങ്ങൾക്ക് വേണ്ടതൊക്കെ വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞുകൊണ്ടിരിക്കുകയും നുണയും
വസ്തുതാപരമല്ലാത്തതുമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയും നിങ്ങൾക്ക് ദോഷം വരുത്തുന്ന കാര്യം ആരും ഓർക്കരുത് എന്ന് പറയുകയും ചെയ്യുന്ന വൃത്തികെട്ട രാഷ്ട്രീയം, കോൺഗ്രസ്സുകാരൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും രാഷ്ട്രീയം, മുസ്ലിം ലീഗുകാരുടെ രാഷ്ട്രീയം ഇനി വിലപ്പോവില്ല. കേരളത്തിലെ ജനങ്ങൾ, വിശേഷിച്ചും യുവജനങ്ങൾ, എല്ലാ വിഭാഗങ്ങളിലും പെട്ട, ജാതിയും മതവും ഒന്നൊരു വിഷയമല്ല, വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ നിങ്ങളുടെ ഈ തട്ടിപ്പുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വിദ്യാഭ്യാസമുള്ള സാമാന്യ ജനം, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അടക്കം, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തകരടക്കം ഈ സത്യം, നിങ്ങളുടെ ഈ നിരന്തരമുള്ള ഈ തട്ടിപ്പും നുണപ്രചാരണവും വെറുപ്പിന്റെ ഉൽപാദനവും സാമാന്യ ജനം മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ള അല്പം മാന്യതയൊക്കെ ഉണ്ടായിരുന്നവർ പോലും സഹികെട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചാടിപ്പുറപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് മറക്കണം എന്നാണെങ്കിൽ ഓർക്കാൻ പാടില്ലാത്തതൊന്നും, ഓർത്തിരിക്കേണ്ട ഗതി, ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാതിരിക്കണം എന്നുകൂടി ഉറപ്പുവരുത്തണം. അതിന് ഇത്രയും നാളും കേരളം ഭരിച്ച കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തയ്യാറായിട്ടില്ല. അവർ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയവും വർഗീയതയുടെ രാഷ്ട്രീയവും ഭീകരവാദത്തിന്റെ രാഷ്ട്രീയവും മാത്രം പ്രചരിപ്പിക്കുകയും സംരക്ഷിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് രാഷ്ട്രീയം ഏതാണ്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പുതിയ ഈ അടവ് നയമോ തന്ത്രമോ വികസനത്തിന് കുറിച്ചുള്ള ജനങ്ങളുടെ ചിന്താഗതിയെ തടയുന്നതിന് വേണ്ടി വർഗീയത പറഞ്ഞ് ഇനിയും വോട്ട് പിടിക്കാം എന്നുള്ള തട്ടിപ്പ് നടക്കില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം. CPM-ഉം കോൺഗ്രസും ഭരിക്കുന്ന UPA സർക്കാർ, അവര് കേരളത്തിന് കൊടുത്ത കാശാണ് 72,000 കോടി. ഇതാണ് ഫാക്ട്. 2014 ജനങ്ങൾ തീരുമാനിച്ചു, ഇനി കോൺഗ്രസ് ഈ നാട്ടിൽ വേണ്ട, രാജ്യത്തിൽ വേണ്ട, നരേന്ദ്രമോദിജിന് സർക്കാർ വരണം. കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി എത്ര കാശ് കൊടുത്തു? 3,32,000 കോടി. ഇതാണ് സത്യം. അപ്പോൾ UPA ഭരിക്കുമ്പോൾ പിണറായി വിജയൻജി ഒരു സമരവും ചെയ്തില്ലല്ലോ. എന്തുകൊണ്ട്? ഇത് 4 ഇരട്ടി കാശ് നരേന്ദ്രമോദിജി, 4.5 ഇരട്ടി കാശ് നരേന്ദ്രമോദിജി കേരളത്തിൽ തന്നപ്പോൾ പിന്നെ എന്തിനാണ് കാശ് കിട്ടുന്നില്ല, കാട്ട് കിട്ടുന്ന പറഞ്ഞു? പിണറായി വിജയൻജി മുഖ്യമന്ത്രിയാവുമ്പോൾ കേരള സംസ്ഥാനത്തിന്റെ കടം 1.4 ലക്ഷം കോടിയായി. ഇന്ന് 10 കൊല്ലം കഴിഞ്ഞിട്ട് നാടിന്റെ കടം 5 ലക്ഷം കോടിയായി. കടം 3 ഇരട്ടി, GSTP 2 ഇരട്ടി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്ന 3.5 ലക്ഷം കോടിയും കടം 4 ലക്ഷം. കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻജിന്റെ സർക്കാരിന് കിട്ടിയ കാശ് 7 ലക്ഷം കോടിയാണ്. 10 കൊല്ലം 7 ലക്ഷം കോടി. 7 ലക്ഷം കോടി ചെലവാക്കിയ സംസ്ഥാന സർക്കാർ തന്ന ഫലമാണ് നാടിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ. രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ. 30% തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്. രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ, വിലക്കയറ്റം.